Hi everyone, good morning. അപ്പോൾ നമ്മുടെ ഫിസിക്സ് ഡേയുടെ സെക്കൻഡ് സെഷനാണിത്. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ്, വേവ്സ്, അതിൻ്റെ കൂടെ തന്നെ സൗണ്ട്സ്, ഇത്രയും ടോപ്പിക്സ് ആയിരിക്കും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി പോവാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ടോപ്പിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള സമയം നമുക്കില്ല. ആൻഡ് ആക്ച്വലി നമുക്ക് അത്രയും കാര്യങ്ങളും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ല. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് നോക്കാം കേട്ടോ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ ഫസ്റ്റ് നമ്മൾ യൂണിറ്റ് എന്താണെന്ന് നോക്കണം. യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ടേമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2005 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഫിസിക്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, 2005 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഫിസിക്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഫിസിക്സ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം, 2005 ആണെന്ന് പറയണം. ഇനി അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫേമസ് ഫിസിസ്റ്റ് ആയിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മിറാക്കുലസ് ഇയർ ആയിരുന്നു 1905. ഓക്കെ, 1905. അങ്ങനെ മിറാക്കുലസ് ഇയർ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഇൻവെൻഷൻസ്, അതായത് തിയറി ഓഫ് റിലേറ്റിവിറ്റി, ക്വാണ്ടം തിയറി, അതുപോലെ തന്നെ ബ്രൗണിയൻ മൂവ്മെൻറ്റ്സ്, ഈ 3 കാര്യങ്ങളെ പറ്റിയും അദ്ദേഹം പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യുന്നത്, സയൻറ്റിഫിക് ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യുന്നത്, റിട്ടേൺ ചെയ്യുന്നത് 1905 ഇതിൻ്റെ 100ാമത്തെ ആനിവേഴ്സറി പ്രമാണിച്ചാണ് 2005 നമ്മൾ എന്തായിട്ട് ഡിക്ലെയർ ചെയ്തത്, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഫിസിക്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ട കാര്യം. ഇനി രണ്ടാമത്തേത് നമ്മൾ നോക്കുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ പറ്റിയാണ്, അല്ലേ, ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അതൊരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് ഒരു മെറ്റീരിയലിൻ്റെ. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഒന്നും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു നമ്പർ ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം 5 കിലോഗ്രാം, 1 ലിറ്റർ, അല്ലേ, ഒരു നമ്പറും കാണും ഒരു യൂണിറ്റും കാണും നമുക്ക് എപ്പോഴും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കാണും, നമ്പറും കാണും യൂണിറ്റും കാണുമെന്ന് പറഞ്ഞു. ഈ യൂണിറ്റ്സിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും, ഫണ്ടമെൻ്റൽ യൂണിറ്റും ഡിറൈവ്ഡ് യൂണിറ്റും. ദ ചൂസൺ സ്റ്റാൻഡേർഡ് യൂസ്ഡ് ഫോർ മെഷറിംഗ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് യൂണിറ്റ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു സാധനത്തിൻ്റെ വെയിറ്റ് എടുക്കണം, അല്ലേ, നമ്മൾ ഗ്രാമിലെടുക്കും, മില്ലിഗ്രാമിലെടുക്കും, കിലോഗ്രാമിലെടുക്കും, കിൻഡലിലെടുക്കും, അല്ലേ, ഇങ്ങനെ ഗ്രാം, മില്ലിഗ്രാം, കിലോഗ്രാം, കിൻഡൽ, ഇതെല്ലാം എന്താണ്, ഓരോ യൂണിറ്റ്സ് ആണ്. എന്തിനു വേണ്ടിയിട്ട്, ഒരു പെർട്ടിക്കുലർ സാധനം, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള വെയിറ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന യൂണിറ്റ്സ്. അപ്പം ഓരോ യൂണിറ്റ്സും ഇങ്ങനെ മാറി മാറി വരും ഓരോ സ്ഥലങ്ങളിൽ. ഇപ്പം ഫീറ്റ് എന്ന് പറയുന്ന, അല്ലേ, യൂണിറ്റ് ഉണ്ട്. ഓക്കെ, ഫൂട്ട് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ അടി എന്ന് പറയും, അടി. ഓക്കെ, അപ്പോൾ നമ്മൾ കാല് വെച്ച് ഇങ്ങനെ അളക്കുന്നതാണ് ബേസിക്കലി അടി എന്ന് പറയുന്നത്, ഒരടി. ഓക്കെ, ഒരടി എന്ന് പറയുന്നത്. അപ്പം അവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കാലിൻ്റെ സൈസ് ആയിരിക്കത്തില്ല നിങ്ങളുടെ കാല്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻസിൻ്റെ ഒരു കാലിൻ്റെ ആവറേജ് സൈസ് ആയിരിക്കത്തില്ല ഒരു അമേരിക്കൻ്റെ കാല് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആഫ്രിക്കൻ്റെ കാല് വരുമ്പോൾ, അല്ല. അപ്പം ഓരോ സ്ഥലങ്ങളുടെയും കണ്ടീഷൻസ് അനുസരിച്ചിട്ട് യൂണിറ്റ്സിൽ ഇങ്ങനെ അവർ ആ ഏരിയയിൽ യൂസ് ചെയ്യുന്ന യൂണിറ്റ്സിൽ ഒരു മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെ മൊത്തമായിട്ട് ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ മെഷർ ചെയ്താലും അമേരിക്കയിൽ മെഷർ ചെയ്താലും 1 കിലോ എന്ന് പറഞ്ഞാൽ 1 കിലോ ആണ്. അപ്പോൾ ഇങ്ങനെ യൂണിറ്റ്സിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഒക്കെ കൊണ്ടുവന്നു, അല്ലേ. യൂണിറ്റ്സ് കൊണ്ടുവന്നപ്പോൾ യൂണിറ്റ്സ് 2 ടൈപ്പ് ഉണ്ട്. ആദ്യം തന്നെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന യൂണിറ്റാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആരൊക്കെയാണ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ലെങ്ത്, മാസ്,
ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, ലൂമിനസ് ഇൻറ്റൻസിറ്റി ആൻഡ് എമൗണ്ട് ഓഫ് മാറ്റർ. ഇത്രയും ആൾക്കാരെ ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റുകളെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ യൂണിറ്റുകൾ എന്ന് പറയുന്നത്. അപ്പം ഫണ്ടമെൻ്റൽ യൂണിറ്റ് നോക്കാം. നമ്മൾ ലെങ്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഓക്കെ, ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. മാസ് ആണെന്നുണ്ടെങ്കിൽ കിലോഗ്രാം, ടൈമിനെ ആണെങ്കിൽ നമ്മൾ സെക്കൻഡ്, ഇലക്ട്രിക് കറണ്ടിനെ ആംപിയർ, ടെമ്പറേച്ചറിനെ കെൽവിൻ, ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡല ആൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോള്. ഓക്കെ, അപ്പം ഇതാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള 7 ക്വാണ്ടിറ്റീസ്. അവരെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഉപയോഗിക്കുന്നു. ഈ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിന് പുറമെ സപ്ലിമെൻ്ററി യൂണിറ്റുകളും ഉണ്ട്. അത് സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സപ്ലിമെൻ്ററി യൂണിറ്റുകൾ. അപ്പം നിങ്ങൾ ചോദിക്കും സപ്ലിമെൻ്ററി യൂണിറ്റ് എന്താണെന്ന്. അതായത് ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ എല്ലാം അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൻ്റെ എല്ലാം ഡയമെൻഷൻ ഉണ്ട്. ഓക്കെ, ഡയമെൻഷൻ ലെസ് ആയിട്ടുള്ള യൂണിറ്റുകളെയാണ് നമ്മൾ സപ്ലിമെൻ്ററി യൂണിറ്റ് എന്ന് പറയുന്നത്. അവർക്ക് എന്തുണ്ടാവത്തില്ല? ഡയമെൻഷൻ ഉണ്ടാവത്തില്ല. അപ്പോൾ സപ്ലിമെൻ്ററി യൂണിറ്റുകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് പ്ലെയിൻ ഓഫ് ആംഗിളും സോളിഡ് ആംഗിളുമാണ്. പ്ലെയിൻ ഓഫ് ആംഗിളും സോളിഡ് ആംഗിളും. പ്ലെയിൻ ഓഫ് ആംഗിളിനെ നമ്മൾ റേഡിയൻ വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത് RAD എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ സോളിഡ് ആംഗിളിനെ നമ്മൾ സ്റ്റെറേഡിയൻ എന്ന് പറയുന്ന യൂണിറ്റ് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് SR എന്നുള്ള ടേം വെച്ചിട്ടാണ്. അപ്പോൾ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് ഉണ്ട്. സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് റേഡിയനും സ്റ്റെറേഡിയനും. റേഡിയനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് RAD അല്ലെങ്കിൽ RAD, സ്റ്റെറേഡിയനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് SR. ഇനി അടുത്ത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്, അതിൻ്റെ യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണ്. ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ കമ്പൈൻ ചെയ്ത് നമുക്ക് വരുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ തന്നെ നോക്കാം നമുക്ക് വോളിയം. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീറ്റർ ക്യൂബാണ് യൂണിറ്റ് അല്ലേ? മീറ്റർ ക്യൂബാണ് യൂണിറ്റ്. അതൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. അല്ലെങ്കിൽ ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറയുന്നത്, ഡെൻസിറ്റി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഒരു സാധനത്തിൻ്റെ ഡെൻസിറ്റി നമ്മൾ എന്ത് കണ്ടുപിടിക്കും? മാസ് ബൈ വോളിയം അല്ലേ? മാസ് ബൈ വോളിയം ചെയ്യുമ്പോഴാണ് നമുക്ക് ഡെൻസിറ്റി കിട്ടുന്നത്. ഇനി മാസിനെ നമ്മൾ എങ്ങനെ മാസിൻ്റെ യൂണിറ്റ് എന്താണ്? മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം. വോളിയത്തിൻ്റെ യൂണിറ്റോ മീറ്റർ ക്യൂബ്. അപ്പം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ റേസ് ടു -3 ആണ് നമുക്ക് എന്തെന്ന് പറയാം? ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയാം, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അതിനെ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം? കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ kg m റേസ് ടു -3 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി സ്പീഡ്. സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് നോക്കിയാൽ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ലെങ്ത് അല്ലേ? അപ്പം മീറ്റർ ബൈ ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. അപ്പോൾ സ്പീഡിൻ്റെ യൂണിറ്റ് നമുക്ക് എന്ത് കിട്ടും? മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇങ്ങനെ നമുക്ക് ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റുകളെ നമ്മൾ എന്ത് പറയും? ഡിറൈവ്ഡ് യൂണിറ്റുകളെന്ന് പറയും. അപ്പോൾ ഡിറൈവ്ഡ് യൂണിറ്റ് വോളിയം, ഡെൻസിറ്റി, സ്പീഡ്. സ്പീഡ് വരെ നമ്മൾ പറഞ്ഞു. ഇനി ന്യൂട്ടൺ ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ്. അത് കഴിഞ്ഞ് എനർജി ജൂളിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പ്രഷർ പാസ്കലിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പാസ്കൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് പഠിച്ചിരിക്കണം. പലപ്പോഴും നമുക്ക് ഈ ഒരു യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിന്ന് ചോദിക്കുന്നത് തന്നിട്ടുള്ളതിൽ നിന്ന് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സ് ചോദിക്കും. സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റി ഈ തന്നിട്ടുള്ളതിൽ ഏതാണെന്ന് പറഞ്ഞ് 4 ഓപ്ഷൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലെങ്ത്, മാസ്, ടെമ്പറേച്ചർ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആംഗിൾ. ഓക്കെ, പ്ലെയിൻ ആംഗിൾ. ഇത്രയും തന്നിട്ട് ഇതിനകത്ത് സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റി ഏതാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഇവരുടെ ആംഗിൾസ് തന്നിട്ട് ഇതിൽ ഏതാണ് സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് ചോദിക്കും. ഇവരുടെ യൂണിറ്റ്സ് തന്നിട്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സ്വാഭാവികമായിട്ട് എക്സാംസിന് ചോദിച്ച് കാണാറുള്ളത് ഈ ഒരു പോർഷനിൽ നിന്ന്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ നിന്ന് പഠിച്ചിരിക്കേണ്ടത് നിങ്ങൾ ഈ 2 ടേബിൾസ് ആണ് കേട്ടോ. അപ്പം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഇനിയും ഒരുപാടുണ്ട്.
ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ നോക്കിപ്പോയത്. പക്ഷേ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് ഫോർമുല, അതായത് ഇപ്പോൾ സ്പീഡ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം, അങ്ങനെ ബേസിക് ഫോർമുല അറിയാമെങ്കിൽ അത് വെച്ചിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതല്ലാതെ കുറച്ച് വലിയ യൂണിറ്റുകളുണ്ട്, അതായത് കുറച്ച് വലിയ ക്വാണ്ടിറ്റീസിന്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്ന് ചന്ദ്രൻ വരെയുള്ള ദൂരം, ഇവിടെ നിന്ന് ചന്ദ്രനിൽ പോകേണ്ട ദൂരം. അപ്പോൾ ആ ദൂരത്തിന് നമുക്ക് ഇവിടെ നിന്നൊരു ലൈക്ക് നമ്മുടെ SI യൂണിറ്റ്, ഇയാളുടെ ആരുടെ ലെങ്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലോട്ടുള്ള ദൂരം മീറ്റർ വെച്ച് അളക്കാൻ പറ്റുമോ? അത് വളരെ ഡിഫിക്കൾട്ട് അല്ലേ. അപ്പോൾ നമ്മൾ കൺവീനിയൻ്റ് ആയിട്ട് ദൂരമോ അല്ലെങ്കിൽ സൈസോ ഒക്കെ അനുസരിച്ച് കൺവീനിയൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ മറ്റു ചില യൂണിറ്റുകളും കൂടെ ഉണ്ട്. ചെറിയ യൂണിറ്റുകളും ഉണ്ട്, വലിയ യൂണിറ്റും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ലാബിൽ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു, ഇപ്പോൾ വെയിറ്റ് കിലോഗ്രാമിലാണ് നമ്മൾ എടുക്കുന്നത്. നമുക്കൊരു കെമിക്കൽ 1 കിലോഗ്രാം എടുത്തിട്ട് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല, അത് പോസിബിൾ അല്ല. അത് ചെയ്യാൻ വലിയ വെസൽസ് വേണം, എക്കണോമിക്കലി അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലേ. അപ്പം നമ്മൾ അങ്ങനത്തെ സമയത്ത് മില്ലിഗ്രാമിലൊക്കെ ചെയ്യും, മില്ലിഗ്രാം സബ്സ്റ്റൻസ് എടുത്തിട്ട് നമ്മുടെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യും. അപ്പോൾ അതേ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെയും എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വലിയ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വലിയ യൂണിറ്റ്സ് എടുക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ലൈറ്റ് ഇയർ. ലൈറ്റ് ഇയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ ദൂരെയുള്ള സാധനങ്ങൾ, നമ്മുടെ സോളാർ സിസ്റ്റത്തിനകത്തുള്ള സാധനങ്ങളൊക്കെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺലൈറ്റ് നമ്മുടെ എർത്തിലെ ഒരു ഇയർ, അതായത് 365 ദിവസം കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ദൂരത്തിനെയാണ് നമ്മൾ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഏറ്റവും സ്പീഡ് കൂടിയത് ലൈറ്റിനാണ്. അപ്പോൾ ഈ ലൈറ്റ് 365 ദിവസം കൊണ്ട് എത്ര ദൂരം ട്രാവൽ ചെയ്യുമോ ആ ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. സോ ആ ലൈറ്റ് ഇയർ ഈസ് ദ ഡിസ്റ്റൻസ് ലൈറ്റ് ട്രാവൽസ് ഇൻ 1 എർത്ത് ഇയർ. ഡിസ്റ്റൻസ് ലൈറ്റ് ട്രാവൽസ് ഇൻ 1 എർത്ത് ഇയർ. 1 ലൈറ്റ് ഇയർ ഈസ് എബൌട്ട് 6 ട്രില്യൺ മൈൽസ് അല്ലെങ്കിൽ 9 ട്രില്യൺ കിലോമീറ്റർ. 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എത്ര വരും? 6 ട്രില്യൺ മൈൽസ് വരും. അല്ലാന്നുണ്ടെങ്കിൽ 9 ട്രില്യൺ കിലോമീറ്റേഴ്സ് ആണ് ഒരു ലൈറ്റ് ഇയറിൽ വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈറ്റ് ഇയറിനേക്കാളും കുറച്ചും കൂടെ വലിയൊരു യൂണിറ്റ് ആണ് പാർസെക്. പാർസെക്, ഓക്കെ, PARSEC, ഒരു പാർസെക് എന്ന് പറയും. അപ്പോൾ പാർസെക് ലൈറ്റ് ഇയറിനേക്കാളും വലിയൊരു യൂണിറ്റ് ആണ്. 3.26 ലൈറ്റ് ഇയേഴ്സിനെയാണ് നമ്മളൊരു പാർസെക് എന്ന് പറയുന്നത്. 3.26 ലൈറ്റ് ഇയേഴ്സിനെയാണ് നമ്മളൊരു പാർസെക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ പാർസെക് ഈസ് എ യൂണിറ്റ് ഓഫ് ലെങ്ത് യൂസ്ഡ് ടു മെഷർ ലാർജ് ഡിസ്റ്റൻസസ് ടു astronomical objects outside the solar system. It is approximately equal to 3.26 light years. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത് വരുന്നതാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് നമുക്ക് AU എന്ന് വെച്ചിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എർത്തും സണ്ണും തമ്മിലുള്ള നമ്മുടെ എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ആവറേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് ഇഫക്റ്റീവ്ലി ഈക്വൽ ടു ദ average or mean distance between earth and the sun. So it is equal to the average അല്ലെങ്കിൽ mean distance between earth and sun നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിപ്പോയി. നമ്മളിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ടത് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഇവരുടെ സിമ്പൽ. ഓക്കെ, SI യൂണിറ്റ്സ് ആണ് നമ്മൾ മെയിനായിട്ട് അറിയേണ്ടത്. SI യൂണിറ്റ്സ് അറിയുക, ബാക്കിയുള്ള യൂണിറ്റുകൾ ചിലപ്പോൾ ഇങ്ങനെ കാഷ്വൽ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഒരു 4 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ഏതാണ്? ഫോർ എക്സാമ്പിൾ ഇപ്പം കിലോഗ്രാം, ഗ്രാം, ക്വിൻ്റൽ, ഫീറ്റ്. ഇതിൽ ഏതാണ് നമ്മൾ വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാത്ത യൂണിറ്റ് എന്നൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് നമുക്കൊരു ലോജിക്ക് വെച്ചിട്ടൊക്കെ പലപ്പോഴും ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ SI യൂണിറ്റ്സ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് നമ്മൾ പഠിച്ചിരിക്കണം. സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് 2 ഉള്ളൂ, പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. ഇവരുടെ യൂണിറ്റ് സ്റ്റെറേഡിയനും റേഡിയനും അത് പഠിക്കുക. അത് കഴിഞ്ഞ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് അല്ലേ, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റീസ് ആണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അവരുടെ SI യൂണിറ്റ്സ്
സിമ്പൽ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്ന് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വേവ്സിനെ പറ്റിയാണ്. ഓക്കെ, വേവ്സ് പഠിച്ചിട്ട് നമുക്ക് സൗണ്ട് പഠിക്കാം, അതായിരിക്കും കുറച്ചും കൂടെ ഈസി. ഓക്കെ, അപ്പോൾ വേവ്സിനെ പറ്റിയിട്ട് പഠിക്കുമ്പം വേവ്സിനെ പറ്റി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ്സിന് എനർജിയെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ വേവ്സ് നോർമലി മാറ്ററിനെ ട്രാൻസ്ഫർ ചെയ്യാറില്ല. അതാണ് വേവ്സിനെ പറ്റി ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യം. വേവ്സ് എന്ത് ചെയ്യും? എനർജി ട്രാൻസ്ഫർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുവാണ്. അപ്പോൾ ഈ സംസാരിക്കുന്നത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടല്ലേ? അതെങ്ങനെയാണ്? എൻ്റെ സൗണ്ട് ഇങ്ങനെ വേവ്സ് ആയിട്ട് വന്നിട്ടാണ് നിങ്ങളിൽ എത്തുന്നത്. പക്ഷെ ഞാനിവിടെ സംസാരിക്കുമ്പം ആ സംസാരത്തിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇവിടെ ഇപ്പം ഈ അറ്റ്മോസ്ഫിയറിൽ കുറച്ച് പൊടിയൊക്കെ കാണുമല്ലോ, അത് നിങ്ങളുടെ കൂടെ മൂവ് ചെയ്ത് വരുമോ? നിങ്ങളുടെ അടുത്തേക്ക് വരുമോ? വരത്തില്ല. എന്ത് മാത്രമേ വരത്തുള്ളൂ? എൻ്റെ സൗണ്ട് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ സൗണ്ട് വേവ് ആണ്, അല്ലെങ്കിൽ വേവ് എന്തേ ചെയ്യത്തുള്ളൂ? എനർജി മാത്രമേ ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ. എന്ത് ചെയ്യത്തില്ല? മാറ്ററിനെ ട്രാൻസ്ഫർ ചെയ്യത്തില്ല. വേവ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ആദ്യത്തേത് മെക്കാനിക്കൽ വേവ്സ്, രണ്ടാമത്തേത് നോൺ മെക്കാനിക്കൽ വേവ്സ്. അപ്പം ഈ മെക്കാനിക്കൽ വേവ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീഡിയത്തിൻ്റെ ആവശ്യമുണ്ട്. ഒരു മീഡിയത്തിൽ കൂടെ മാത്രമേ മെക്കാനിക്കൽ വേവ്സിന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ നോൺ മെക്കാനിക്കൽ വേവിന് എന്താവശ്യമില്ല? മീഡിയം ആവശ്യമില്ല. ഇവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? വാക്വത്തിൽ കൂടെയും ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ വാക്വത്തിൽ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ വേവ്സിനെ നമ്മൾ നോൺ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയും. അപ്പോൾ ഈ മെക്കാനിക്കൽ വേവ്സിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നിങ്ങൾക്കറിയാം നമ്മുടെ സൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എർത്തിൽ നിന്ന് സംസാരിക്കുവാണ് നിങ്ങളോട്, അല്ലേ? ഞാൻ ഭൂമിയിൽ നിന്ന് സംസാരിക്കുവാണ്. അപ്പം എനിക്കിവിടെ എന്തുണ്ട്? എയർ ഉണ്ട്. അപ്പോൾ എയർ എന്ന് പറയുന്നത് ഒരു മീഡിയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് എയറിൽ പറയുന്ന മീഡിയത്തിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇവിടുത്തെ എയർ ഒക്കെ റിമൂവ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ സ്പേസിൽ പോയി, അവിടെ വാക്വമാണ്. എയർ ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങളിലേക്ക് എത്തത്തില്ല. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ പോയി, നമ്മുടെ മൂണിൽ പോയി. മൂണിൽ വാക്വമാണ്, അല്ലേ? അവരുടെ എർത്തിൻ്റെ ഡെൻസിറ്റി കുറവാണ്, ലൈക്ക് അറ്റ്മോസ്ഫിയറിൻ്റെ ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഞാൻ സംസാരിച്ചാൽ അത് നിങ്ങൾ കേൾക്കത്തില്ല. അപ്പം സൗണ്ട് വേവ്സിന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു മീഡിയം ആവശ്യമുണ്ട്. അത് മെക്കാനിക്കൽ വേവിന് എക്സാമ്പിളാണ്. അത് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. ആ മെക്കാനിക്കൽ വേവ് ഈസ് എ വേവ് ദാറ്റ് ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് ട്രാൻസ്മിറ്റിംഗ് ഇറ്റ്സ് എനർജി ത്രൂ വാക്വം. വാക്വത്തിൽ കൂടി ഇവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല? എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത വേവുകളെയാണ് നമ്മൾ മെക്കാനിക്കൽ വേവുകൾ എന്ന് പറയുന്നത്. മെക്കാനിക്കൽ വേവ്സ് റിക്വയർ എ മീഡിയം ഇൻ ഓർഡർ ടു ട്രാൻസ്പോർട്ട് ദെയർ എനർജി ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ. ഇവർക്ക് എന്ത് വേണം? ഒരു മീഡിയം ആവശ്യമുണ്ട്. എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സൗണ്ട് വേവ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മെക്കാനിക്കൽ വേവ്. മെക്കാനിക്കൽ വേവിൻ്റെ എക്സാമ്പിളാണ് സൗണ്ട് വേവ്. സൗണ്ട് വേവ്സ് ആർ ഇൻകേപ്പബിൾ ഓഫ് ട്രാൻസ്ഫറിങ് ത്രൂ വാക്വം. വാക്വത്തിൽ കൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ആർക്കും പറ്റത്തില്ല. ആ സൗണ്ട് വേവ്സിന് പറ്റത്തില്ല. അവർക്കൊരു മീഡിയം ആവശ്യമാണ്. എയറോ അല്ലെങ്കിൽ ഒരു സോളിഡ് സബ്സ്റ്റൻസിൻ്റെ ഒക്കെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ സൗണ്ട് വേവിന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾക്കറിയായിരിക്കും സൗണ്ടിന് സോളിഡ് സബ്സ്റ്റൻസിൽ കൂടെയാണ് ഏറ്റവും പെട്ടെന്ന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ പണ്ട് ഈ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് ഭടന്മാർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തറയിൽ കിടന്നിട്ട് ചെവി ഇങ്ങനെ മണ്ണിൽ വെച്ച് നോക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മാർച്ച് ചെയ്ത് വരുന്ന യുദ്ധത്തിന് ഇങ്ങനെ മാർച്ച് ചെയ്തല്ലേ വരിക, അപ്പോൾ ആ സൗണ്ട് കേൾക്കാൻ പറ്റുന്നതിന് മുന്നേ, ഏറെ കൂടെ കേൾക്കാൻ പറ്റുന്നതിന് മുന്നേ തന്നെ ഇവരിങ്ങനെ മണ്ണിൽ ഇങ്ങനെ ചെവി വെച്ചിട്ട് കിടന്നാൽ എന്ത് പറ്റും? കൂടുതൽ ദൂരത്ത് നിന്ന് ആ സൗണ്ട് ഇവർക്ക് കേൾക്കാൻ പറ്റും. അതായത് അറ്റാക്ക് ഉണ്ടാകും, നമുക്ക് കുറച്ചുകൂടി നേരത്തെ അറിയാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ സൗണ്ട് എപ്പോഴും സോളിഡിലാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് സഞ്ചരിക്കുന്നത്. അത് കഴിഞ്ഞ് ലിക്വിഡ്. ഏറ്റവും സ്ലോ ആയിട്ട് സൗണ്ട് സഞ്ചരിക്കുന്നത് എയറിൽ കൂടെയാണ്. സൗണ്ടിൻ്റെ സ്പീഡ് ഏറ്റവും കുറവ് എയറിൽ കൂടെയാണ്. അടുത്തത് നോൺ മെക്കാനിക്കൽ വേവ്. നോൺ മെക്കാനിക്കൽ വേവിൻ്റെ എക്സാമ്പിളാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. നോൺ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? വാക്വത്തിൽ കൂടെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അവർക്ക് പ്രത്യേകിച്ച് അവരുടെ എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീഡിയത്തിൻ്റെയും ആവശ്യമില്ല. അത് വാക്വത്തിൽ കൂടെ സ്മൂത്ത് ആയിട്ട് പോകും. നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. നമ്മുടെ സൺലൈറ്റ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ നോൺ മെക്കാനിക്കൽ വേവ്സ് ആർ വേവ്സ് ദാറ്റ് ഡു നോട്ട് നീഡ് എനി മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. ഇവർക്ക് എന്താവശ്യമില്ല? പ്രൊപ്പഗേഷന് ഒരു മീഡിയത്തിൻ്റെയും ആവശ്യമില്ല.
ഓൾസോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇസ് ദ ഓൺലി നോൺ മെക്കാനിക്കൽ വേവ്. നമുക്കറിയുന്ന നോൺ മെക്കാനിക്കൽ വേവ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. അതായത് നമ്മുടെ സൺലൈറ്റ് ഒക്കെ വരുന്ന, സൺലൈറ്റ് വിസിബിൾ റീജിയൻ, സണ്ണിൽ നിന്ന് വരുന്ന ആ ഒരു റേഡിയേഷൻ, IR, UV, റേഡിയോ വേവ്സ്, ഈ ടൈപ്പ് ഓഫ് ആൾക്കാരൊക്കെ കൂടെ വരുന്നതാണ്. ആര്? ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് വരുന്ന ഒരു സ്പെക്ട്രത്തിലാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. വേവ്സ് 2 ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആദ്യത്തത് മെക്കാനിക്കൽ വേവ്. മെക്കാനിക്കൽ വേവിന് എന്ത് വേണം? ട്രാൻസ്ഫർ ചെയ്യാൻ, അവരുടെ എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു മീഡിയത്തിൻ്റെ ആവശ്യമുണ്ട്. രണ്ടാമത്തേത് നോൺ മെക്കാനിക്കൽ വേവ്. നോൺ മെക്കാനിക്കൽ വേവ് വാക്വത്തിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ വേവിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാം. ഈ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ നമ്മൾ നമുക്കൊരു വേവിൻ്റെ ഇമേജ് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ് ഒരു വേവ് പോകുന്നതെന്ന് വിചാരിച്ചോ. സോ ആദ്യം നമ്മൾ നോക്കുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വേവിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസിനെയാണ്, എത്ര ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു വേവ് എത്ര മൂവ് ചെയ്തു എന്ന് പറയുന്നതാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ഇതെല്ലാം തന്നെ വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റുകളാണ്. ഇതെല്ലാം വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇതിൻ്റെ ലാർജസ്റ്റ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇതല്ലേ. അപ്പോൾ ലാർജസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ് എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്നുള്ളതാണ് ഡിസ്റ്റൻസ്. അതായത് ഇവിടെ നിന്ന് വേവ് എത്ര ദൂരം ട്രാവൽ ചെയ്തു, ഇതുവരെ ട്രാവൽ ചെയ്തല്ലേ, വേവ് ഇതുവരെ ട്രാവൽ ചെയ്തു. അപ്പോൾ ഈ പോയിന്റ് മുതൽ ഇതുവരെയുള്ള ദൂരത്തിന് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയും. ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഇത് മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് എത്ര പോയി എന്നുള്ളതിനെ നമ്മൾ എന്ത് പറയും? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ്, ഹൗ ഫാർ ഫ്രം ദ ഇക്വിലിബ്രിയം പോയിന്റ് ദ വേവ് ഹാസ് ഓസിലേറ്റഡ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് കോൾഡ് ആസ് ആംപ്ലിറ്റ്യൂഡ്. മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എന്ത് പറയും? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. ഇനി ഡിസ്റ്റൻസ്, ഹൗ ഫാർ ദ വേവ് ഹാസ് ട്രാവൽഡ് ഫ്രം ഇറ്റ്സ് സ്ട്രേറ്റ് പോയിന്റ്, അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് വേവ് എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്ന് കാണിക്കുന്നതാണ് വേവിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ടേമുകളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തേത് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഈസ് ദ നമ്പർ ഓഫ് വേവ്സ് ദാറ്റ് frequency is the number of waves that pass a given point in 1 second. ഒരു given പോയിന്റിൽ അല്ലേ, ഇപ്പോൾ നമ്മുടെ വേവ് ഇതാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൂടെ ഒരു സെക്കൻഡിൽ എത്ര വേവ് ട്രാൻസ്ഫർ ചെയ്തു പോയി എന്ന് പറയുന്നതിനാണ് നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ഫ്രീക്വൻസി ഈസ് ദ നമ്പർ ഓഫ് വേവ്സ് ദാറ്റ് പാസ് എ ഗിവൻ പോയിന്റ് ഇൻ 1 സെക്കൻഡ്. ഒരു ഗിവൻ പോയിന്റിൽ ഒരു സെക്കൻഡ് കൊണ്ട് എത്ര വേവ്സ് മൂവ് ചെയ്തു എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസിയെ നമ്മൾ ഹെർട്സ് എന്ന് പറയുന്ന യൂണിറ്റ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹെർട്സ് ആണ്. HERTZ അല്ലെങ്കിൽ HEZ, ഹെർട്സ് ആണ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ്. അതുപോലെ തന്നെ വേവ് ലെങ്ത്. വേവ് ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കറസ്പോണ്ടിങ് പോയിന്റ്സ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് വേവ്സ്. 2 കോൺസിക്യൂട്ടീവ് വേവ്സിൻ്റെ കറസ്പോണ്ടിങ് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇങ്ങനെ എനിക്കൊരു വേവ് ഉണ്ട്. ഈ പോയിന്റും ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, തിരിച്ചിവിടെ എത്തി. ഓക്കെ, ഞാൻ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. അതായത് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്നു, തിരിച്ചിവിടെ എത്തി. അപ്പോൾ നമ്മളതിനെ വേവ് ലെങ്ത് എന്ന് പറയും. അല്ല, ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് തുടങ്ങിയാൽ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി തിരിച്ചിതാ ഇവിടെ വന്ന് തിരിച്ചിവിടെ എത്തി അല്ലേ. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 2 വേവ്സിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കി, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അത് എത്ര മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് പോയെന്നാണ്. ഹയസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡാണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് എത്ര ദൂരം
ട്രാവൽ ചെയ്തു എന്നുള്ളതാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗിവൻ പോയിന്റിൽ കൂടെ ഒരു സെക്കൻഡിൽ എത്ര വേവ്സ് പാസ് ചെയ്തു എന്നുള്ളതാണ് ഫ്രീക്വൻസി. ആൻഡ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കറസ്പോണ്ടിങ് പോയിന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നോക്കേണ്ടത് ടൈപ്സ് ഓഫ് മെക്കാനിക്കൽ വേവ്സ് ആണ്. മെക്കാനിക്കൽ വേവ്സ് നമ്മൾ പറഞ്ഞു വാക്വത്തിൽ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമുള്ള വേവുകളെയാണ് നമ്മൾ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് മെക്കാനിക്കൽ വേവ്സിൽ ട്രാൻസ്വേഴ്സ് വേവ് വരും, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് വരും, അതുപോലെ തന്നെ സർഫസ് വേവ്സും ഉണ്ട്. ഓക്കെ, ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടൈപ്പ് ഓഫ് വേവുകൾ. ശരിക്കും മെക്കാനിക്കൽ വേവ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, ട്രാൻസ്വേഴ്സും പറയാം, ലോഞ്ചിറ്റ്യൂഡിനലും പറയാം. ട്രാൻസ്വേഴ്സ് വേവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിവിടെ ഒരു കമ്പുണ്ട്, ഇതിലൊരു കയറ് കെട്ടിയിട്ട് ഞാൻ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കയറ് പോകുന്നൊരു ഓളം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. ഇതാ ഇങ്ങനെ മൂവ് ചെയ്യും, ഇതാണ് നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. ട്രാൻസ്വേഴ്സ് വേവിന് ഒരു ഇക്വിലിബ്രിയം പോയിന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഇത്. ഓക്കെ, ഇനി ഈ ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പൊങ്ങിയിരിക്കുന്ന ഏറ്റവും ആംപ്ലിറ്റ്യൂഡിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് നമ്മൾ പറയുന്ന പേരാണ് ക്രസ്റ്റ് എന്ന് പറയും, അല്ലെ? ഈ ഹയസ്റ്റ് പോയിന്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ക്രസ്റ്റ്. ഓക്കെ, ഇനി ഈ താഴോട്ടുള്ളതിൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ലോവസ്റ്റ് പോയിന്റ് നമ്മൾ പറയുന്ന പേരാണ് ട്രഫ് എന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ രണ്ട് ക്രസ്റ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയോ അല്ലെങ്കിൽ രണ്ട് ട്രഫ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയോ എന്തായിട്ട് പറയാം, നമ്മുടെ വേവ് ലെങ്ത് ആയിട്ട് പറയാം, അല്ലേ? നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് രണ്ട് ക്രസ്റ്റ് തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ട്രഫ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയും എന്തായിട്ട് പറയാം, വേവ് ലെങ്ത് ആയിട്ട് പറയാം. ഈ ടൈപ്പ് ഓഫ് വേവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. നമ്മളിതിൻ്റെ ലൈക്ക് എക്സ്പ്ലനേഷൻ നോക്കിക്കഴിഞ്ഞാൽ വേവിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇവിടെ എനർജി മൂവ് ചെയ്യുന്നത്. അതായത് വേവ് ഇപ്പോൾ ഈ ഡയറക്ഷനിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, പക്ഷേ എനർജി മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഞാൻ മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്, ഇങ്ങനെയാണ് ഞാൻ മൂവ് ചെയ്യണത്, പക്ഷേ എനർജി പോണതോ ഇങ്ങനെ, അല്ലേ? ഇയാൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇവിടെ നിന്ന് 90 ഡിഗ്രി ഫ്രണ്ടിൽ മുകളിലോട്ടും 90 ഡിഗ്രി താഴോട്ടും പോകുന്നത്. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നതുകൊണ്ട് നമ്മളിത് എന്ത് പറയും, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് പോകുന്നത്, എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് നമ്മൾ പറയും. സോ ട്രാൻസ്വേഴ്സ് വേവ് ഈസ് എ വേവ് that oscillates perpendicularly to the direction of waves advance. വേവ് മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഓസിലേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവ് ഓസിലേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയുമ്പം അവരുടെ വേവിൻ്റെ പോകുന്ന ഡയറക്ഷനും പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുന്ന ഡയറക്ഷനും സെയിം ആയിരിക്കും. നമ്മുടെ സൗണ്ട് വേവ് ഒക്കെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് എക്സാമ്പിളാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് കാണാൻ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതായത് ഇങ്ങനെ കുറച്ച് ലൈൻസ് വരും, പിന്നെ കുറച്ച് ലൈൻസ് ഇങ്ങനെ അടുത്തടുത്ത് വരും, പിന്നെ കുറച്ച് ലൈൻസ് ഇങ്ങനെ കുറച്ച് ദൂരെ വരും, പിന്നെ കുറച്ച് ലൈൻസ് ഇങ്ങനെ അടുത്തടുത്ത് വരും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ, ഈ അടുത്തടുത്ത് ലൈന് വരും, ഇതിനെ നമ്മൾ എന്ത് പറയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രഷൻ എന്ന് പറയും. ഓക്കെ, അടുത്തടുത്ത് ലൈൻ വരുന്നതിനെ നമ്മൾ എന്ത് പറയും, കംപ്രഷൻ എന്ന് പറയും. കുറച്ച് ലൈൻസ് വിട്ട് വരുമല്ലോ, ആ പോർഷനെ നമ്മൾ എക്സ്പാൻഷൻ എന്ന് പറയും. ഓക്കെ, ലൈൻസ് അടുത്തടുത്ത് വരുന്ന റീജിയനെ നമ്മൾ കംപ്രഷൻ എന്ന് പറയും. ഈ ലൈൻസ് കുറച്ച് ദൂരെ വരുന്ന റീജിയനെ നമ്മൾ എന്ത് പറയും, എക്സ്പാൻഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ രണ്ട് കംപ്രഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ രണ്ട് എക്സ്പാൻഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്തായിട്ട് പറയാം, ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ വേവ് ലെങ്ത് ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇവരുടെ കാര്യം നമ്മൾ കംപ്രഷൻ പറഞ്ഞു, എക്സ്പാൻഷൻ പറഞ്ഞു. രണ്ട് കംപ്രഷൻ അല്ലെങ്കിൽ രണ്ട് എക്സ്പാൻഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ വേവ് ലെങ്ത് ആണെന്ന് പറഞ്ഞു. ഈ ടൈപ്പ് ഓഫ് വേവ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ് ആണെന്നുണ്ടെങ്കിൽ അവർ വേവിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പം
ഹയസ്റ്റ് പോയിന്റ് മുകളിലോട്ടുള്ളത് ക്രസ്റ്റ്, ലോവസ്റ്റ് പോയിന്റ് താഴോട്ടുള്ളത് ട്രഫ്. രണ്ട് ക്രസ്റ്റ് അല്ലെങ്കിൽ രണ്ട് ട്രഫ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് വേവ് ലെങ്ത് ആയിട്ട് പറയാം. അല്ല ഈ പോയിന്റ് മുതൽ ഇവിടെ വരെ ഇക്വിലിബ്രിയം പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിനെയും നമുക്ക് വേവ് ലെങ്ത് ആയിട്ട് പറയാം. ടിപ്പിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേവ് ലെങ്ത് എന്ന് പറയുന്നത്. നമ്മൾ മൂന്നാമതൊരാളുടെ പേരും കൂടെ നോക്കിയാൽ അല്ലേ, സർഫസ് വേവ്സ്. സർഫസ് വേവ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവും ഒന്നിച്ച് ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സർഫസ് വേവ് എന്ന് പറയുന്നത്. നമ്മുടെ കടലിലെ തിരമാലയൊക്കെ സർഫസ് വേവിന് എക്സാമ്പിളാണ്. അതായത് ഇങ്ങനത്തെ മൂവ്മെൻറ്റും ഉണ്ട്, ഓക്കെ, ഇങ്ങനത്തെ മൂവ്മെൻറ്റും ഉണ്ട്, ഇങ്ങനെയും മൂവ് ചെയ്യും, കൂട്ടത്തിൽ ഇതിങ്ങനെ ഇങ്ങനെയും പോവും അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർഫസ് വേവുകൾ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു ബോളൊക്കെ നിങ്ങൾ കടലിലോട്ട് എറിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, ഈ ബോൾ മുകളിലോട്ടും താഴോട്ടും പൊങ്ങിയും താണും പോകുന്നുണ്ട്, അതായത് ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ട്. അതുപോലെ ഇത് എങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. കടലിലെ തിരമാലയൊക്കെ ഇതിൻ്റെ ഏറ്റവും നല്ല സർഫസ് വേവ് എന്ന് പറയുന്നത് കടലിലെ തിരമാലയൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഓക്കെ, സോ സർഫസ് വേവ്സ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോത്ത് ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ട്രാൻസ്വേഴ്സ് വേവിൻ്റെയും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള വേവ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർഫസ് വേവുകൾ എന്ന് പറയുന്നത്. പാർട്ടിക്കിൾ മൂവ് ഇൻ എ ഡയറക്ഷൻ ദാറ്റ് ഇസ് പെർപെൻഡിക്കുലർ ആൻഡ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ് മോഷൻ. പാർട്ടിക്കിൾ വേവ് മോഷൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യും, പാരലായിട്ട് മൂവ് ചെയ്യും അല്ലേ. പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യും, പാരലായിട്ട് മൂവ് ചെയ്യുമെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, സർഫസ് വേവ്സ് എന്ന് പറയും. ദീസ് വേവ്സ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ദ സർഫസ് ഓഫ് ടു മീഡിയം സച്ച് ആസ് എയർ ആൻഡ് വാട്ടർ. രണ്ട് മീഡിയത്തിൻ്റെ ഇടയിലായിരിക്കും നോർമലി ഇങ്ങനത്തെ ഒരു വരുന്നത്, വേവ്സ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഓഷ്യൻ വേവുകളാണ്. കടൽ തിരമാലകൾ നമ്മുടെ സർഫസ് വേവുകൾക്ക് എക്സാമ്പിളാണ്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ നോൺ മെക്കാനിക്കൽ വേവ്സ് അല്ലേ. നോൺ മെക്കാനിക്കൽ വേവ്സിന് നമ്മൾ പറഞ്ഞു, നോൺ മെക്കാനിക്കൽ വേവ്സിനകത്ത് വരുന്ന ആൾക്കാരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ നോൺ മെക്കാനിക്കൽ വേവ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് അല്ലെങ്കിൽ നോൺ മെക്കാനിക്കൽ വേവ്സ്. അപ്പോൾ ഈ നോൺ മെക്കാനിക്കൽ വേവ്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആർ കമ്പോസ്ഡ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആൻഡ് it has both the electric component ഉണ്ടാവും, അതുപോലെ തന്നെ മാഗ്നറ്റിക് കോമ്പണൻറ്റും ഉണ്ടാവും. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് എന്ത് കാണും, ഇലക്ട്രിക് കോമ്പണൻറ്റും കാണും, മാഗ്നറ്റിക് കോമ്പണൻറ്റും കാണും. ഇവർ രണ്ടുപേരും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും. they will be perpendicular to each other. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് ഇലക്ട്രിക് കോമ്പണൻറ്റും കാണും, മാഗ്നറ്റിക് കോമ്പണൻറ്റും കാണും. ഇലക്ട്രിക് കോമ്പണൻറ്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും മാഗ്നറ്റിക് കോമ്പണൻറ്റ്. അതാണ് കാണിച്ചേക്കുന്നത്. അതാ നോക്കിയാൽ ഇലക്ട്രിക് ഫീൽഡാണ് ഈ ഓറഞ്ച് കളറിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആര് പോവും, ഈ വേവ് ഇങ്ങനെ പോവും. മാഗ്നറ്റിക് ഫീൽഡാണ് ഈ കാണിച്ചേക്കുന്നത്, ബ്ലൂ ലൈനിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആര് പോവും, മാഗ്നറ്റിക് ഫീൽഡ് പോവും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒന്നിച്ച് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡും വരും, മാഗ്നറ്റിക് ഫീൽഡും വരും. ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവരെ എന്ത് പറയും, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എന്ന് പറയും. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനകത്ത് റേഡിയോ വേവ്സ് വരും, മൈക്രോവേവ്സ് വരും, IR വരും, വിസിബിൾ റീജിയൻ വരും, അൾട്രാ വയലറ്റ് വരും, എക്സ്റേസ് വരും, ഗാമ റേസ് വരും. ആരൊക്കെ വരും, റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, വിസിബിൾ, അൾട്രാ വയലറ്റ്, എക്സ്റേസ് ആൻഡ് ഗാമ റേസ് വരും. നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ നമുക്കറിയാം റേഡിയോ ഒക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലേ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ദൂരമുള്ള കാര്യങ്ങൾ എത്തിക്കാൻ അപ്പം ഒരുപാട് വേവ് ലെങ്ത് കൂടിയത് എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകും തോറും, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകും തോറും വേവ് ലെങ്ത് കൂടും, എനർജിയും ഫ്രീക്വൻസിയും കുറയും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകും തോറും, അതായത് നമ്മുടെ എക്സ്റേസിൽ നിന്ന് ഗാമ റേസിൽ നിന്ന് റേഡിയോ വേവ്സിലേക്ക് പോകുമ്പോൾ റേഡിയോ വേവ്സിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്. വേവ് ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസിയും കുറയും, എനർജിയും കുറയും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരും തോറും വേവ് ലെങ്ത് കുറഞ്ഞു വരും, ഫ്രീക്വൻസിയും എനർജിയും കൂടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേസിനെ പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്. ഈ ഇൻഫ്രാറെഡിനും UVക്കും ഇടയിലാണ് നമ്മുടെ വിസിബിൾ റീജിയൻ വരുന്നത്. നമ്മുടെ കളേഴ്സ് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന എല്ലാ കളറുകളും UV റീജിയനിലാണ് വരുന്നത്. ഓക്കെ,
അടുത്ത് നമ്മൾ സൗണ്ടിനെ പറ്റിയാണ് നോക്കുന്നത്. സൗണ്ടും ബേസിക്കലി വേവ്സ് ആണ്, അതുകൊണ്ടാണ് സൗണ്ടിനെ പറ്റി നമ്മൾ വേവിനെ പറ്റി പഠിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞത്. സൗണ്ട് വേവിന് ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ട് വേവ് മെക്കാനിക്കൽ വേവ് ആണ്. അതുപോലെ തന്നെ സൗണ്ട് വേവ് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവാണ്, ട്രാൻസ്വേഴ്സ് വേവ് അല്ല, ലോഞ്ചിറ്റ്യൂഡിനൽ വേവാണ് സൗണ്ട് വേവ് എന്ന് പറയുന്നത്. സോ സൗണ്ടിനെ പറ്റി ആദ്യം പറയുന്നതിന് അതാണ്, ലോഞ്ചിറ്റ്യൂഡിനൽ ആണ് ആൻഡ് മെക്കാനിക്കൽ ആണ്. സൗണ്ട് വേവ്സ് ആർ ലോഞ്ചിറ്റ്യൂഡിനൽ മെക്കാനിക്കൽ വേവ്സ്. ലോഞ്ചിറ്റ്യൂഡിനൽ മെക്കാനിക്കൽ വേവ്സ് ആണ് സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത്. ഇവർക്ക് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയത്തിൻ്റെ ആവശ്യമുണ്ട്. സ്റ്റഡി ഓഫ് സൗണ്ട് ആണ് അക്വസ്റ്റിക്സ്. ഓക്കെ. ആൻഡ് സ്പീഡ് ഓഫ് സൗണ്ട് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂടി വരും. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ അവിടുത്തെ പാർട്ടിക്കിൾസിൻ്റെ എനർജി കൂടുമല്ലോ. എനർജി കൂടുമ്പോൾ ഇവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് സ്പീഡ് ഓഫ് സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂടും. പക്ഷേ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷറാണ്. പ്രഷറിനനുസരിച്ച് സ്പീഡ് ഓഫ് സൗണ്ടിൽ മാറ്റമൊന്നും വരത്തില്ല. സ്പീഡ് ഓഫ് സൗണ്ട് റിമെയിൻസ് അൺചേഞ്ച്ഡ് ബൈ ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ പ്രഷർ. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ഇവിടെ ചോദിച്ചിട്ടുണ്ട് സൗണ്ടിൻ്റെ സ്പീഡ് ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടും, പക്ഷേ പ്രഷർ വെച്ചിട്ട് സൗണ്ടിൻ്റെ സ്പീഡിന് എന്തുണ്ടാവത്തില്ല, മാറ്റമൊന്നും ഉണ്ടാവത്തില്ല. പ്രഷർ കൂടിയാലും കുറഞ്ഞാലും സൗണ്ടിൻ്റെ സ്പീഡ് സെയിം തന്നെ ആയിരിക്കും. അതുപോലെ നിങ്ങളിവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, മീഡിയത്തിൻ്റെ കാര്യം. മീഡിയം സോളിഡിൻ്റെ ആയിരിക്കും സൗണ്ടിന് ഏറ്റവും സ്പീഡ്, അത് കഴിഞ്ഞ് ലിക്വിഡ്, ആൻഡ് സൗണ്ട് ഏറ്റവും സ്ലോ ആയിട്ട് ട്രാവൽ ചെയ്യുന്നത് ഗ്യാഷ്യസ് മീഡിയത്തിലാണ്. ഓക്കെ. അപ്പോൾ ആ കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് സൗണ്ടിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഇൻറ്റൻസിറ്റിയും പിച്ചും. ഓക്കെ. ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ സൗണ്ട് എത്ര സ്ട്രോങ് ആണെന്നുള്ളത് കാണിക്കുന്നതാണ്. ഓക്കെ, എത്ര സ്ട്രോങ് ആണ്. ഇൻറ്റൻസിറ്റി രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, സോഴ്സും കേൾക്കുന്ന ആളുടെ ചെവിയുടെ ശക്തിയും. അതായത് സോഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഞാൻ ഉണ്ടാക്കുന്ന ഒരു സൗണ്ട് ഉണ്ട്. ഓക്കെ, അതിനൊരു ഇൻറ്റൻസിറ്റി ഉണ്ട്. പിന്നെ അത് നിങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളിപ്പോൾ നല്ല കേൾവിയുള്ള ഒരാളാണെങ്കിൽ ഞാൻ നല്ല സൗണ്ടിൽ സംസാരിക്കുന്ന പോലെ തോന്നും. നിങ്ങൾക്ക് കേൾവി ശക്തി കുറവാണെങ്കിൽ ഞാനിങ്ങനെ പതുക്കെ സംസാരിക്കുന്ന പോലെ തോന്നും അല്ലേ, എൻ്റെ സൗണ്ട് ഭയങ്കര കുറഞ്ഞതുപോലെ തോന്നും. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്, loudness of sound ആണ്. It depends on the intensity and also the sensitivity of the ear. Okay. And intensity നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ സൗണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബൽ എന്ന് പറയുന്ന യൂണിറ്റ്. അടുത്തത് നമ്മൾ പിച്ചിനെയാണ് പറയുന്നത്. പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി സൗണ്ടിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. അതായത് ബേസിക്കലി നമ്മുടെ ഫ്രീക്വൻസിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പിച്ച് എന്ന് പറയുന്നത്. മനസ്സിലായി? ഇപ്പോൾ ഹൈ പിച്ച് അതായത് ഹൈ ഫ്രീക്വൻസി, എനിക്ക് ഇങ്ങനെ സംസാരിക്കാം. ലോ പിച്ച്, ലോ ഫ്രീക്വൻസി, എനിക്ക് ഇങ്ങനെ സംസാരിക്കാം. പിച്ച് മനസ്സിലായോ? അതായത് ഹൈ പിച്ചിലും നമുക്ക് സംസാരിക്കാം, ലോ പിച്ചിലും നമുക്ക് സംസാരിക്കാം. ഈ സംഭവമാണ് നമ്മുടെ പിച്ച് എന്ന് പറയുന്നത്. സോ പിച്ച്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സൗണ്ട് വിച്ച് ഡിസ്റ്റിങ്വിഷസ് ഷാർപ്പ് സൗണ്ട് ഫ്രം ദ ഗ്രേവ് സൗണ്ട്. ഷാർപ്പ് സൗണ്ടിനെയും ഗ്രേവ് സൗണ്ടിനെയും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നതാണ് പിച്ച് എന്ന് പറയുന്നത്. ജനറലി തന്നെ ഫീമെയിൽസിന് ഹൈ പിച്ച് സൗണ്ടാണ്, മെയിൽസിന് കുറച്ചുകൂടെ ലോ പിച്ച് സൗണ്ട് ആയിരിക്കും. അത് മെയിൽസിന് ലോ പിച്ച് സൗണ്ടും ഫീമെയിൽസിന് ഹൈ പിച്ച് സൗണ്ടുമായിരിക്കും ജനറലി ഉണ്ടാവുക. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട്. ഫ്രീക്വൻസി കൂടുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, പിച്ച് കൂടുതലാന്ന് പറയും അല്ലേ. അതുപോലെ ഫ്രീക്വൻസി കുറവാണെങ്കിൽ നമ്മൾ എന്ത് പറയും, പിച്ച് കുറവാന്ന് പറയും, ബേസ് വോയിസ് ആന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നമ്മൾ ടൈപ്സ് ഓഫ് സൗണ്ടും കൂടെ നോക്കണം. ക്ലാസിഫിക്കേഷൻ ഓഫ് സൗണ്ട്. സൗണ്ടിൽ നമ്മൾ ബേസിക്കലി ഓഡിയബിൾ വേവ്സ്, ഇൻഫ്രാസോണിക്, അൾട്രാസോണിക് എന്ന് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓഡിയബിൾ വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ഒരു റേഞ്ചിലുള്ള വോയിസ് ആണ്. എല്ലാ സൗണ്ടും മനുഷ്യന് കേൾക്കാൻ പറ്റത്തില്ല. മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന റേഞ്ച് ഓഫ് വോയിസിനെയാണ് നമ്മൾ ഓഡിയബിൾ വോയിസ് എന്ന് പറയുന്നത്, ഓഡിയബിൾ സൗണ്ട് എന്ന് പറയുന്നത്. ഈ ഓഡിയബിൾ വേവ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയുള്ള സൗണ്ടാണ് മനുഷ്യന്മാരുടെ ചെവി കൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ്, അല്ലെങ്കിൽ 20 ഹെർട്സ് മുതൽ 20
കിലോ ഹെഡ്സ് വരെയുള്ള സൗണ്ട്, 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെയുള്ള സൗണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഹ്യൂമൻ ഇയർ കൊണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഈ സൗണ്ടിനെയാണ് നമ്മൾ ഓഡിയബിൾ വേവ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഇൻഫ്രാസോണിക് വേവുകളാണ്. ഇൻഫ്രാസോണിക് വേവുകൾ എന്ന് പറഞ്ഞാൽ 20 ഹെഡ്സിനും താഴെയുള്ള സൗണ്ടുകളാണ്. നമുക്ക് എർത്ത് കേക്സ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാവുമല്ലോ, ഭൂകമ്പം അല്ലെങ്കിൽ ഈ അഗ്നിപർവ്വത സ്ഫോടനം, ഇങ്ങനെ ഓൾക്കാനിക് ഇറപ്ഷൻസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പം ഉണ്ടാകുന്ന സൗണ്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻഫ്രാസോണിക് സൗണ്ടാണ്. ഈ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ പറ്റും. അതുകൊണ്ടാണ് മൃഗങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും എന്ന് പറയും. ഇപ്പോൾ സിനിമയിലൊക്കെ തന്നെ പണ്ടൊക്കെ ഒരു ഭൂകമ്പം വരുന്നതിന് മുന്നേ ആണെങ്കിൽ ഇങ്ങനെ മാനും കിളിയൊക്കെ ഓടുന്നതൊക്കെ കാണിക്കത്തില്ലേ, ബിക്കോസ് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നേരത്തെ ഈ സൗണ്ട് ഡിറ്റക്ട് ചെയ്തിട്ട് ഇങ്ങനൊരു പ്രശ്നം വരാൻ പോകണുണ്ടെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ടൈപ്പ് ഓഫ് സൗണ്ടിനെയാണ് നമ്മൾ ഇൻഫ്രാസോണിക് വേവ്സ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്, ലെസ് ദാൻ 20 ഹെഡ്സ് ആണ്. പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് എർത്ത് കേക്സ്, ഓൾക്കാനിക് ഇറപ്ഷൻസ്, ഓഷ്യൻ വേവ്സ് എക്സെട്ര. ഡോഗ്സ് ആൻഡ് cats can detect this sound. Dogs and cats can detect this sound. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് നോക്കുന്നത് അൾട്രാസോണിക് സൗണ്ട് ആണ്. അൾട്രാസോണിക് സൗണ്ട് 20,000 ഹെർട്സിനേക്കാൾ കൂടുതൽ ഉള്ള സൗണ്ടാണ്. 20,000 ഹെർട്സിന് മുകളിൽ ഫ്രീക്വൻസി ഉള്ള സൗണ്ടിനെയാണ് നമ്മൾ അൾട്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത്. ഈ സൗണ്ട് ബാറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടാണ്, ബാറ്റ്സ് ഉണ്ടാക്കുന്ന സൗണ്ടാണ് അൾട്രാസോണിക് സൗണ്ട്. ബാറ്റ്സ് നിങ്ങൾക്കറിയാം രാത്രിയാണ് ട്രാവൽ ചെയ്യുന്നത് അല്ലേ, രാത്രി അതിന് കണ്ണ് കാണാൻ പറ്റത്തില്ല, അത് അൾട്രാസോണിക് സൗണ്ട് ഉണ്ടാക്കും. അത് പോയിട്ട് മരങ്ങളിലൊക്കെ തട്ടും, അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് ഇയാൾക്ക് വരുമ്പോൾ ഇയാൾക്ക് എന്ത് കിട്ടും, അവിടെ മരമുണ്ട്, നമ്മൾ അങ്ങോട്ട് പോകാൻ പാടില്ല എന്നുള്ള ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഗ്രേറ്റർ ദാൻ 20,000 ഹെർട്സ് അൾട്രാസോണിക് സൗണ്ട് എന്ന് പറയുമ്പം അൾട്രാസോണിക് വേവ്സ് ഗ്രേറ്റർ ദാൻ 20,000 ഹെർട്സ് ആണ്. ഹ്യൂമൻ ഇയറിന് ഇത് കേൾക്കാൻ പറ്റത്തില്ല. ആൻഡ് ബാറ്റ്സ് ഉണ്ടാക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത് ഈ അൾട്രാസോണിക് സൗണ്ടാണ്. സോണോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേവ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും, സോണോഗ്രാഫി എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേവ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അൾട്രാസോണിക് വേവ്സിൻ്റെ പേരാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, വേവ്സ് ആൻഡ് സൗണ്ടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിപ്പോയിട്ടുണ്ട്. ഇവിടെ ഈ ടോപ്പിക്ക് തീരുന്നില്ല, പക്ഷേ നിങ്ങൾ ബേസിക് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നോക്കി തീർത്തിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും ബേസിക് ആയിട്ട് എന്തായാലും പഠിക്കുക. ഇതിന് മേളിൽ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ലേണിംഗ് പ്രോസസ്സ് കുറച്ചും കൂടെ ഈസി ആക്കുക. അപ്പോൾ ഹാപ്പി ലേണിംഗ്, എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ. ബൈ.